ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ നല്ല പ്രഭാതത്തിന് അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്രദം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, ഒരാഴ്ചക്കാലത്തിന് ശേഷം കർത്താവേ വീണ്ടും ഞങ്ങൾക്ക് സഭയായി കൂടി വരുവാൻ, അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ നൽകിയ അവസരത്തിനായി അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്രദം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അടിയങ്ങളോട് പരിപാലിച്ച് കർത്താവ് അടിയങ്ങളുടെ ജീവന ഭക്തിക്ക് ആവശ്യമാർക്ക് നൽകി തന്ന വഴി നടത്തുകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്രദം ചെയ്യുന്ന കർത്താവ്. ഇന്ന് പലക്കാലത്തെ അടിയങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ആരാധന, വനിധ്യാനമൊക്കെ അങ്ങക്ക് കർത്താവ് ഹിതവും പ്രസാദമായി തീരണനായി ഞങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുന്ന കർത്താവ് നടക്കുന്ന കർത്താവ് ശിശുപ്രതിഷ്ഠത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാൻ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. സങ്കീർത്തനമാണ് ദൈവം നമുക്ക് ധ്യാനത്തിനായി നൽകിയിട്ടുള്ളത്. യഹോവേ, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാകുന്നു. ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. നമ്മള് ആ രണ്ടാം വാക്യമാണ് ഒന്ന് വിവരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വാക്യം 2. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്. ഒരു അമ്മയുടെ അടുക്കൽ പാലുകുടി മാറിയ പൈതലിനുള്ളതുപോലത്തെ സംതൃപ്തി എനിക്കുണ്ട്. ആ പാലുകുടി മാറിയ കുട്ടി എന്നുള്ളതിന് 2 പ്രധാനപ്പെട്ട അർത്ഥമുണ്ട്. ഒന്ന്, ദൈവസന്നിധിയിലുള്ള സംതൃപ്തിയാണ്, കണ്ടന്റ്മെന്റ്, സംതൃപ്തി എന്നുള്ളതാണ്. അലംഭാവം എന്നൊരു വാക്കുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അലങ്കോലമായിട്ട് നടക്കുന്ന ഒരവസ്ഥയാണ് അലംഭാവമായിട്ട് നമ്മൾ കാണുന്നത്. അലങ്കോലമായി നടക്കുന്നതിനെ ആലംഭാവം എന്നാണ് പറയുന്നത്. അലംഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം സംതൃപ്തി എന്നാണ്. ബൈബിളാണ് ഏറ്റവും നല്ല സാഹിത്യ ഗ്രന്ഥം. ബൈബിളിലെ 2 വാക്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് പുതിയ നിയമത്തിൽ 1 തിമോത്തിയോസ് 6:6-8 വാക്യങ്ങൾ. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. അവിടെ അലംഭാവം എന്ന വാക്കിന് സംതൃപ്തി എന്ന അർത്ഥം കൊടുത്തത് വായിച്ചു നോക്കിക്കേ. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായ സൂത്രമാകുന്നതാനും. ഇനി അതിന്റെ 8ാമത്തെ വാക്യം, ഉടുപ്പാനുമുണ്ടെങ്കിൽ മതി എന്നും നാം വിചാരിക്കാം. സംതൃപ്തിയാണ്. എന്റെ ഹൃദയം പാല് കുടിച്ച് തൃപ്തി പ്രാപിച്ച സംതൃപ്തമായ ഒരു പൈതലിനെ പോലെ ആകുന്നു. എന്റെ പ്രാണൻ എന്റെ ദൈവസന്നിധിയിൽ സംതൃപ്തമാണ്. ഒരു വാക്യം കൂടെ വായിച്ചാട്ട്. ആ അലംഭാവം എന്ന വാക്ക് പുതിയ നിയമത്തിൽ മറ്റൊരിടത്തുള്ളത് ഫിലിപ്പിയ ലേഖനം 4:11 മുതലുള്ള വാക്യങ്ങളാണ്. ബുദ്ധിമുട്ട് നിമിത്തമല്ല, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? അലംഭാവം ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണമാണ് അടുത്ത ഭാഗം. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. സംതൃപ്തമാണ്. ലോകത്തിൽ പല മനുഷ്യർക്കും എത്ര ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു സംതൃപ്തിയില്ല. പക്ഷെ ഇവിടെ ഭക്തൻ പറയുകയാണ്, എൻ്റെ പ്രാണൻ അലംഭാവമാണ്, സംതൃപ്തമാണ്. അതിന്റെ 2ാമത്തെ അർത്ഥം വളർച്ചയുടെ ഒരു ഘട്ടമെത്തിയ കുട്ടി എന്നാണ്. ബൈബിളിലെ തെളിവുകൾ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 21-8 വചനം. പൈതൽ വളർന്നു, മുലകുടി മാറി. ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ആ കുഞ്ഞിന്റെ ശൈശവാവസ്ഥ വിട്ട് അവൻ ഒരു വളർച്ചയുടെ ഘട്ടത്തിലെത്തി. അവന്റെ മുലകുടി മാറിയ കാലത്ത് അബ്രഹാം എല്ലാവർക്കും ഒരു വിരുന്നു കൊടുക്കുകയാണ്. മറ്റൊരു വാക്കുകൂടെ നമുക്ക് നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1:23-24 വാക്യം. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലകുടി മാറും വരെ താമസിക്കാം, യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ചു മുലകുടി മാറും വരെ മകന് മുല കൊടുത്തു. കണ്ടോ? അതിന്റെ അർത്ഥം
ആ കുഞ്ഞ് ഒരു വളർച്ചയുടെ ഘട്ടത്തിലെത്തി. ഞാൻ എൻ്റെ പ്രാണനെ മുലകുടി മാറിയ പൈതൽ പോലെ ആക്കിയിരിക്കുന്നു, താലോലിച്ചാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നും ശൈശവാവസ്ഥയിലല്ല, ആത്മീയമായി ഞാനൊരു വളർച്ചയുടെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൂടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാല് കുടിക്കുന്ന പ്രായം, ശൈശവാവസ്ഥയിലുള്ള പ്രായം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അതിൽ നിന്ന് ഒരു പടി കൂടെ വളർച്ച പ്രാപിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ക്രിസ്തുവിൽ ശിശുക്കളാണ്, വളർച്ച പ്രാപിച്ചിട്ടില്ല. 1 കൊരിന്ത്യർ 13:11. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. എങ്ങനെ? ഞാനൊരു ആത്മീയ വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനൊരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്, പാലുകുടി മാറിയ പൈതൽ പോലെ, ഒരു പക്വതയിലെത്തിയ വ്യക്തിയെ പോലെ, വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയെ പോലെ ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. ശിശു സകലത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നമ്മൾ ശിശു എന്ന അവസ്ഥയിലാണോ, അതോ ആത്മീയമായ ഒരു വളർച്ച പ്രാപിച്ച അവസ്ഥയിലാണോ? Amen.
ശിശുക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് മാത്രമാണോ? ഒരു സ്ത്രീ ഗർഭവതിയായിരിക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ വേദനയുടെ വേളയിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സഭയുണ്ട്. ആ സഭയ്ക്ക് നന്ദി പറയുന്നു. കരുതിയ മാതാപിതാക്കളുണ്ട്, അവരോട് നന്ദി പറയുന്നു. അതിലെല്ലാം ഉപരി ദൈവത്തോട് നന്ദി പറയുകയാണ്. യേശുക്രിസ്തുവിന് ശിശുക്കളോടുള്ള സമീപനത്തെ വ്യക്തമാക്കുന്ന 2 വചനഭാഗങ്ങളുണ്ട്. മത്തായി സുവിശേഷം 18:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യം എന്ന ആ ബൃഹത്തായ വിഷയം, ഗൗരവമേറിയ വിഷയം യേശു പഠിപ്പിച്ചത് ഒരു ശിശുവിനെ വിളിച്ച് മുമ്പാകെ നിർത്തിക്കൊണ്ടാണ്. സ്വർഗരാജ്യം ശിശുവിന് സദൃശ്യമാണ്. എന്താ ശിശുവിന്റെ പ്രത്യേകത? ശിശു എല്ലാം വിശ്വസിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്ത് പറയുന്നോ അതങ്ങനെ കുഞ്ഞ് വിശ്വസിക്കും. ഒന്നും എഴുതാത്ത ഒരു വൈറ്റ് പേപ്പറാണ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡാണ് ഒരു കുഞ്ഞിന്റെ ഹൃദയം എന്നുള്ളത്. അതിൽ നമുക്ക് വേണമെങ്കിൽ മനോഹരമായ പടം വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെളി വാരിത്തേക്കുകയും ചെയ്യാം. അപ്പൊ ആ കുഞ്ഞിന്റെ ഹൃദയം എന്തും വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ ഉള്ള കാര്യത്തിന് കർത്താവ് ഒരു ശിശുവിനെയാണ് അവിടെ ഉദാഹരിച്ചത്. മത്തായി 19:14 ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. മക്കളെ കുറിച്ചുള്ള 2 ദൃഷ്ടാന്തങ്ങൾ ബൈബിളിലുണ്ട്. സങ്കീർത്തനങ്ങളിലാണ്. 127 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കൾ ദൈവം നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ ഭൂമിയിൽ തരുന്ന പ്രതിഫലമാണ്. അല്ലേ? ഞാൻ അവിടെ 1-2 കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാം. സങ്കീർത്തനങ്ങൾ എഴുതിയത് 7 പേരാണ്. അതിൽ ശലോമോന്റേതെന്നറിയപ്പെടുന്ന 2 സങ്കീർത്തനം, ഒന്ന് 72 മറ്റൊന്ന് 127. 72 സങ്കീർത്തനം ശലോമോന്റെ സങ്കീർത്തനം എന്ന് തലക്കെട്ടിൽ കാണുന്നെങ്കിലും വാസ്തവത്തിൽ അത് ശലോമോന്റെ സങ്കീർത്തനമല്ല, ശലോമോന് വേണ്ടി ദാവീദ് നടത്തിയ പ്രാർത്ഥനയാണ്. കാരണം അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെയാണ്: ഇശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. മാത്രമല്ല, ദാവീദ് മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശബയിലെയും സബയിലെയും രാജാക്കന്മാർ അവന് കാഴ്ച കൊണ്ടുവരട്ടെ എന്ന് വായിക്കുന്നുണ്ട്. അല്ലേ? ശെബാരാജ്ഞി ശലോമോന് കാഴ്ച കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. 127 സങ്കീർത്തനത്തിൽ ശലോമോൻ പറയുന്ന പ്രസക്തമായൊരു ഭാഗമാണ്. വായിച്ചാട്ട് അതിന്റെ 3-4 വാക്യം. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഇത് അദ്ദേഹത്തിന് ഒരു വലിയ ഗവേഷണത്തിന്റെ, നിരീക്ഷണത്തിന്റെ, പഠനത്തിന്റെ പ്രതിഫലനമാണ്. കാരണം അദ്ദേഹത്തിന് 700 ഭാര്യമാരും 300 വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. മൊത്തം 1000 സ്ത്രീകൾ. പക്ഷെ ശലോമോന് എത്ര മക്കളുണ്ടായിരുന്നു? ശൗലിന് 7 മക്കൾ, ദാവീദിന് 19 ആൺമക്കളും 1 പെൺമകളും. ആട്ടെ, ശലോമോൻ എത്ര മക്കളുണ്ടായിരുന്നു? 700 ഭാര്യമാരുണ്ടായിരുന്നിട്ടും കേവലം 3 മക്കളെ ശലോമോൻ ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കുമ്പോൾ ആശ്ചര്യം പോലെ തോന്നാമെങ്കിലും ബൈബിളിന്റെ രേഖയിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെളിവ്: ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ, രഹബയാം. ആ ഒരു മോനെങ്കിലും കിട്ടിയതിന്റെ കാരണം എന്താ? നീ എന്റെ വഴികളെ സൂക്ഷിച്ച് എന്റെ വഴിയിൽ നടന്നാൽ നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷ പ്രജ ഇല്ലാതെ വരികയില്ല എന്ന് ദൈവം പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അവന് 1 മകനെയെങ്കിലും കിട്ടി. ഇനി 2 പെൺമക്കളുണ്ടായിരുന്നു. എവിടെയാ? 1 രാജാക്കന്മാർ 4:11 ശലോമോന്റെ മകളായ താഫത്ത് എന്ന് വായിക്കുന്നു. 1 രാജാക്കന്മാർ 4:15. നഫ്താലിയിൽ അഹീമാസ് അവൻ ശലോമോന്റെ മകളായ ബാശെമത്തിന്. ഓക്കെ, അപ്പൊ 2ാമത്തെ മകളുടെ പേര് ബാശെമത്ത്. 3 മക്കള്: രഹബയാം, അതെ, താഫത്ത്, ബാശെമത്ത്. അപ്പൊ 700 ഭാര്യമാരുണ്ടായിട്ടും കേവലം 3 മക്കള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് മക്കൾ ദൈവം തരുന്ന ദാനമാണ്. ശിശുക്കളെ കുറിച്ചുള്ള 2 ദൃഷ്ടാന്തങ്ങൾ. ഒന്ന്, കുഞ്ഞുങ്ങൾ
അസ്ത്രമാണ്, അമ്പാണ്. 127 സങ്കീർത്തനം 4 വാക്യം. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ്. അമ്പ് സൂക്ഷിച്ച് ഉപയോഗിക്കണം. പാപം എന്നുള്ളതിന്റെ ഒരു മൂലപദം ഹമാറ്റിയ എന്നാണ്. ഹമാറ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് അമ്പെയ്ത്ത് മത്സരം ഉണ്ടായിരുന്നു. അമ്പെയ്യാനായി ഓരോരുത്തരും വന്ന് ആ നിശ്ചിത പോയിന്റിൽ നിൽക്കും. അതിനുശേഷം കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പൂണിയിൽ നിന്ന് അമ്പെടുത്ത് തൊടുത്തുവിടും. അത് ആ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളണം. അല്പം മാറിപ്പോയാൽ അവിടെ നിൽക്കുന്ന അമ്പയർ വിളിച്ചു പറയും ഹമാറ്റിയ. നിങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ്, വലിയ ആഗ്രഹത്തോടെയാണ് അമ്പ് തൊടുത്തു വിട്ടത്, പക്ഷെ തെറ്റിപ്പോയി. കുഞ്ഞുങ്ങൾ അമ്പുകളാണ്. പ്രതീക്ഷയോടെ നമ്മൾ വളർത്തിയെടുക്കുന്നു, പക്ഷെ തെറ്റിപ്പോകരുത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അതവനെ വിട്ടുമാറുകയില്ല. 2 ഒലിവ് തൈകളാണ്. 128 സങ്കീർത്തനം 3 വാക്യം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. 2ാമത്തെ പദം അതാണ്, ഒലിവ് തൈകളാണ്. തൈകൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമുണ്ട്. നമുക്കറിയാം, ഈ നഴ്സറിയിലൊക്കെ ചെല്ലുമ്പോൾ തൈക്ക് പ്രത്യേക പരിചരണമുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഒക്കെ വളർത്തിയെടുക്കുന്ന ചെറിയ തൈകൾക്ക് എത്ര കരുതലാണ്. അതിന് വളം കൊടുക്കുന്നതിൽ, വെള്ളമൊഴിക്കുന്നതിൽ, അതിന് പരിചരണം കൊടുക്കുന്നതിലൊക്കെ നാം ബദ്ധശ്രദ്ധാലുക്കളാണ്. കുഞ്ഞുങ്ങൾ തൈകളാണ്, പ്രത്യേക പരിചരണം വേണം. മക്കളെ തരുന്നത് ദൈവമാണെന്ന് യഹൂദന്മാർ ബലമായി വിശ്വസിച്ചിരുന്നു. ചില തെളിവുകൾ ഞാൻ പറയാം. 1 ദിനവൃത്താന്തം 25-5 വാക്യം. ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ. അവന്റെ കൊമ്പ് ഉയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തു. ആരാ കൊടുത്തേ? ദൈവം കൊടുത്തു. യോശുവയുടെ പുസ്തകം 24-3-4 വാക്യം. ദൈവം പറയാണ്, അബ്രഹാമിന് ഞാൻ ഇസഹാക്കിനെയും ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ആര് പറയാ? ദൈവം പറയാ, ഞാൻ കൊടുത്തു. മക്കളെ ആരാ തരുന്നേ? ദൈവമാണ് തരുന്നത്. ഉൽപ്പത്തി പുസ്തകം 30-1-2 വാക്യം. റാഹേൽ യാക്കോബിനോട്, എനിക്ക് മക്കളെ തരണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ. ആരാ മക്കളെ തരുന്നേ? ദൈവം. ഉൽപ്പത്തി പുസ്തകം 33-5 യാക്കോബ് യേശാവിനെ കണ്ടുമുട്ടുകയാണ്. 20 വർഷത്തെ പ്രവാസകാലത്തിന് ശേഷം തിരിച്ചു വരുന്നു. 14 പാർപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യാക്കോബിന്റെ കൂടെ കുറെ പിള്ളേർ നിൽക്കുന്നു. യേശാവ് യാക്കോബിനോട് ചോദിക്കുകയാണ്, ഇതാരാ? യാക്കോബിന്റെ മറുപടി, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ. ഇനി യോസഫ് മരിച്ചുപോയെന്നായിരുന്നു യാക്കോബിന്റെ ധാരണ. പക്ഷേ അവസാന കാലത്ത് ഒരിക്കൽ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവന് ചൈതന്യം വന്നു. പണ്ടൊരിക്കൽ പിള്ളേര് ഒരു വസ്ത്രം എടുത്ത് കീറി ആടിന്റെ ചോരയും മുക്കിയിട്ട് അപ്പനെ കൊണ്ട് കാണിച്ചു, ഇത് നിന്റെ മോന്റെ അങ്കി തന്നെയാണോ എന്ന് ചോദിച്ചു അല്ലേ? അന്ന് നെടുവീർപ്പിട്ട ആ മനുഷ്യൻ ഇപ്പോ സന്തോഷിക്കുകയാണ്. താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരിക്കും മുമ്പേ പോയി എൻ്റെ മകനെ കാണും. അങ്ങനെ വൃദ്ധനായ യാക്കോബ് ഫറവോന്റെ അടുക്കൽ, യോസഫിന്റെ അടുക്കൽ എത്തുകയാണ്. യോസഫ് തന്റെ 2 ആൺമക്കൾ എഫ്രയീം, മനശ്ശെ, അവരെ കൂട്ടിക്കൊണ്ട് അപ്പന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ യോസഫ് മക്കളെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, ദൈവം എനിക്ക് തന്ന മക്കൾ. എന്താ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്? മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1:20 ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ആ കുഞ്ഞിനെ ആലയത്തിൽ അർപ്പിപ്പാനായി ഹന്ന കൊണ്ടു ചെല്ലുമ്പോൾ അവൾ പറയുന്നത് 27-ാമത്തെ വാക്യം, ഈ ബാലനായിട്ടാകുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ആൺകുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലേ? പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത്? സെക്കരിയ പ്രവചനം 8-ാം 5 വാക്യം. നഗരത്തിന്റെ വീതിയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെ കൊണ്ടും നിറഞ്ഞിരിക്കും, അവർ അതിന്റെ വീതികളിൽ കളിച്ചുകൊണ്ടിരിക്കും. കണ്ടോ? നഗരത്തിന്റെ വീതിയിൽ
ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെ വാക്യങ്ങൾ. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞു അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, കാലത്തിന്റെ ആരംഭത്തിൽ ദൈവത്താൽ ആരംഭിച്ചതാണ് കുടുംബം. ദൈവനാമ മഹത്വത്തിനായി വളർത്തുവാനായി മക്കൾ ദൈവം തരുന്ന ദാനമാണ്. ദുഷ്ടലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ അവര് ദൈവകൃപയിൽ വളരണം, ദൈവിക പരിജ്ഞാനത്തിൽ വളരണം. എന്നാൽ അവർക്ക് ഒത്തിരി സ്നേഹവും ഒത്തിരി കരുതലും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ അബ്രഹാമിനെ കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടെ ദൈവം പറഞ്ഞു. എന്താണ്? അബ്രഹാമിനെ കുറിച്ച് ഞാൻ അരുളി ചെയ്തത് അവന് നിവർത്തിച്ച് കൊടുപ്പാൻ അബ്രഹാം തൻ്റെ മക്കളോടും പിന്നുള്ള തലമുറയോടും നീതിയും ന്യായവും പ്രവർത്തിച്ച് ദൈവവഴി നടക്കേണ്ടതിന് കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. എന്നിലും നിങ്ങളിലും ദൈവം നിറവേറിക്കൊണ്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. അതുപോലെ തലമുറയിലൂടെയുള്ള വാഗ്ദത്തങ്ങളുണ്ട്. അതൊക്കെ ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നു എങ്കിൽ അത് നിറവേറ്റപ്പെടും. വാഗ്ദത്തങ്ങളൊക്കെ ദൈവം നിവർത്തിക്കും. ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് കുടുംബം, 2 ദൈവസഭയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, കുടുംബം ദൈവം സ്ഥാപിച്ചു ഏദനിൽ വളരെ സന്തോഷത്തോടെ ദൈവസേനയിൽ ആനന്ദിച്ച് ദൈവതേജസ്സിൽ തുള്ളിച്ചാടി നടന്ന ആദം ഹവ്വ. അധികം കാലം അങ്ങനെ പോയില്ല. സാത്താൻ ഉപായത്തിലൂടെ ചതിച്ച് അങ്ങനെ അതിൻ്റെ ദാരുണമായിട്ടുള്ള ആ ഫലങ്ങൾ ഇന്നും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ടെന്ന് മാത്രമല്ല, പരസ്പരം പഴിചാരിയും പരസ്പരം കുറ്റപ്പെടുത്തിയും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടം. ഞാനിത് പറയുന്ന മറ്റൊന്നുമല്ല, പിശാച് തന്ത്രശാലിയാണ്. ഏത് വിധത്തിലും തന്ത്രങ്ങൾ ഒരുക്കും. അതുകൊണ്ടാണ് ഈ കൊരിന്ത്യലേഖനത്തിൻ്റെ വാക്യം പൗലോസ് ക്ഷമിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവിടെ എല്ലാവരോടും ക്ഷമിക്കണമെന്ന കാര്യം പറഞ്ഞു വന്ന ശേഷമാണ്, ഞാൻ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം പിശാച് പറയും നീ ക്ഷമിക്കൊന്നും വേണ്ട. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്? ഒന്ന് താഴാൻ നമ്മൾ മനസ്സ് കാണിക്കാതെ വരുന്നത് അതൊരു തന്ത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒത്തിരി തന്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് നാം അനുഭവിക്കേണ്ട നന്മകൾ പലതും വഴിമാറിപ്പോകും. നാം പ്രാപിക്കാൻ അനുഗ്രഹങ്ങൾ പലതും പ്രാപിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കുടുംബത്തിൽ ഒരു യാഗപീഠം ഉണ്ടാകണം. ഈ യാഗപീഠത്തിന് തീ ഉയർന്നുകൊണ്ടിരിക്കണം. യാഗപീഠം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാധനയെ കുറിക്കുന്നതാണ്. ദൈവജനം ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നെങ്കിൽ അവിടെ ഒരു അന്യായശക്തിയും ഒരു ദുഷ്ടശക്തിയും അടുക്കത്തില്ല, അവൻ്റെ ഒരു ആയുധവും ഫലിക്കത്തില്ല. അതുകൊണ്ട് ആരാധന വെളിപ്പെടണം ദൈവത്തിന് മകൻ. നേരത്തെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. മേശ എന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടായ്മയെ കുറിക്കുന്നതാണ്. ഭവനത്തിനകത്തൊരു കൂട്ടായ്മ, അതിന് ചുറ്റും കുഞ്ഞുങ്ങൾ. അതെത്ര സന്തോഷമാണ്, അത് എത്ര ആനന്ദമാണ്. ഇന്ന് പ്രിയ ടോംസനും പ്രിയ ബ്യൂലയും ദൈവം അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുമായി വന്നിരിക്കുകയാണ്. അവർക്ക് ദൈവം കൊടുത്ത മകൾ ഹൈസൽ ഇവിടെയുണ്ട്. പ്രിയ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി താളന്തുള്ള കുഞ്ഞാണ്. ഈ ചേച്ചിയുടെ റോളിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഒത്തിരി സന്തോഷമാണ്. ആ ചേച്ചിയുടെ റോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പാല് കുടിക്കണം, ഇനി ഇതിന് വേറെ വേറെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ നിനക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കരുതുന്ന ചേച്ചിയുടെ റോളിലാണ് ഇപ്പോൾ. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ ഹൈസല് ഈ അനിയത്തിക്ക് ഒരു മാതൃകയാണ് അല്ലേ? വേണ്ടേ? അനിയത്തി എപ്പോഴും ചേച്ചിയെ നോക്കും അല്ലേ? ചേച്ചിയെ നോക്കും. ചേച്ചി ചെയ്യുന്നതൊക്കെ അനിയത്തിയും പകർത്തും. അതുപോലെ തന്നെയാണ് ഈ മക്കൾ രണ്ടുപേരും ഇവരെ രണ്ടുപേരും നോക്കും. നിങ്ങൾ മാതൃകയാണ്. കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു മാതൃകയാണ്. എല്ലാ കാര്യത്തിലും, പ്രാർത്ഥനയിൽ, വചനം ധ്യാനിക്കുന്നതിൽ, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിൽ, ആത്മീയ വിഷയങ്ങളിൽ പോകുന്നതിൽ എന്ന് വേണ്ട ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിൽ, എല്ലാ വിഷയങ്ങളിലും നിങ്ങളൊരു മാതൃകയായി തീരണം.
കുഞ്ഞുങ്ങൾ ദൈവവഴിയിൽ വരണമെങ്കിൽ മാതാപിതാക്കൾ മാതൃകയായി ജീവിച്ചേ പറ്റൂ. ഇന്ന് ഇവർ രണ്ടുപേരും ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ്? ഈ കുഞ്ഞ് ദൈവത്തെ അറിയുന്ന സമയമാകുമ്പോൾ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം മാതൃകയായി ഞങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുമെന്ന ഒരു സമർപ്പണമാണ് രണ്ടുപേരും എടുക്കുന്നത്. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ കഴിഞ്ഞു പോ കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടോ തൻ കുരിശോ എനിക്കു പാട്ടും പ്രശംസയും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങെത്രയോ നല്ലവനാണപ്പാ ദൈവമേ. അവിടുന്ന് കർത്താവേ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഭവനത്തെ പണിയുന്ന ദൈവമാണ്. കർത്താവേ നന്ദിയപ്പാ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ ആ പണിനോർ വൃദ്ധ അധ്വാനിക്കുന്നു എന്ന വചനം പറയുന്നല്ലോ കർത്താവേ. ദൈവമേ, പ്രിയ ടോംസിനും പ്രിയ ബിബിലയ്ക്കും ദൈവം ദാനമായി നൽകിയ കുഞ്ഞുമായിട്ട് അവർ ദൈവസേനയിൽ വന്നിരിക്കുന്ന സമയം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് വരെ അവരെ കരുതിയ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരുടെ യാത്രയിൽ അവരുടെ ജോലിയിൽ ഒക്കെ നീ സഹായിച്ചതോർത്ത് സ്തോത്രം, സ്തോത്രം. അനർത്ഥങ്ങൾ പിടിവിച്ച ദൈവത്തിന് സ്തോത്രം. പ്രിയമകളുടെ പ്രസവത്തിലൊക്കെ ദൈവത്തിന് കര വരുന്നതിനാൽ സ്തോത്രം. പ്രിയമകൾക്കോ കുഞ്ഞിനോ ഒരു പ്രയാസം നേരിടാതെ ദൈവമുള്ളെങ്കിൽ വഹിച്ചതോർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഊനമില്ലാത്ത കുഞ്ഞിനെ നൽകിയ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കളെ യഹോവ നൽകുന്ന അവകാശമാണല്ലോ. ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണല്ലോ കർത്താവേ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളാണല്ലോ യൗവനത്തിലെ മക്കൾ. ഈ കുഞ്ഞിനെ ദൈവവചനത്തിൻ്റെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്താൻ വേണ്ട ജ്ഞാനവും കൃപയും പരിജ്ഞാനവും അവരുടെ മേൽ പകർന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. നന്ദി അപ്പാ. അവരുടെ ജീവിതം ദൈവം അനുഗ്രഹിക്കപ്പെടണം. അവരുടെ ജീവിതം മാതൃകയായി തീരണം കർത്താവേ. ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടണം. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയുണ്ടായിരുന്ന പോലെ കൃപയിൽ വളരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വത്തിനായിട്ട് കുടുംബത്തെ ദൈവകരങ്ങളിൽ വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ ടോവിയ മോളെ അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ദൂതന്മാരെ കാവലിൽ വളർന്നവൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആയുസ്സും ആരോഗ്യം നൽകി സഹായിക്കണമേ. ബാലാരിഷൊക്കെ പിടിവിക്കണമേ താവി. അങ്ങയുടെ അനുഗ്രഹം പകർന്നിരിക്കാൽ സ്തോത്രം, 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 സ്തോത്രം. അങ്ങ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കുഞ്ഞിന് ടോവിയ എന്ന പേര് ഇവിടെ ഇടുന്നു. അതുമാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവം കുഞ്ഞിനെ ഉപയോഗിക്കട്ടെ. ദൈവവചനത്തിൻ്റെ പത്യോപദേശത്തിൽ ബാലശിക്ഷയിൽ വളർത്തുവാൻ തക്കവണ്ണം ഞാൻ ഈ സമയത്ത് ടോംസിനെയും ബിയുലെയും കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. ആമേൻ. ഈ കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കരുണയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ കുടുംബത്തിലും പേരുരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇന്നായിരിക്കുന്നതിനാലും നന്ദി പറയുന്നു കർത്താവേ. ടോംസിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൊടുത്ത താളന്തുകൾക്കായി സ്തോത്രം. ഒത്തിരി യാത്ര ചെയ്യേണ്ടതുണ്ട്. യാത്രയിലൊക്കെ കൂടിയിരിക്കണം. തന്നിലൂടെ കർത്താവ് അനേകം അനുഗ്രഹിക്കപ്പെടണം. ഒരു അനുഗ്രഹമായി തീരട്ടെ. ബിയുലമോൾക്കായി സ്തോത്രം. അവളുടെ ഉത്തരവാദിത്വമുള്ള ജോലിയിലാണ് നമ്മളായിരിക്കുന്നത്. യാത്രയിൽ കൂടിയിരിക്കണം, ജോലിയിൽ സഹായിക്കണം. ഏറിയ ജ്ഞാനം പകരണമേ. അവരുടെ കുടുംബജീവൻ ധന്യമായി തീരട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. അവർ ഈ തലമുറയിൽ എല്ലാവർക്കും ഒരു മാതൃകയായി തീരട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഹൈസൽ മോളെ കാര്യങ്ങൾ തരുന്നു.
ഒത്തിരി താഴ്ന്നുള്ള കുഞ്ഞിനായി സ്തോത്രം. അവളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. കൃപയിൽ പൊതിയണം, ജ്ഞാനത്തിൽ നിറയ്ക്കണം. ഓ നന്ദി കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏലും അനുഗ്രഹം പകരണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ, എല്ലാ ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. നന്ദി അപ്പ. എല്ലാ മഹത്വം അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം പുകഴ്ചയും ബഹുമാനം അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് കൃപയുള്ളവനാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.